അങ്ങ് ഡൽഹിയിലോട്ട് പോകും. ഞാനും വന്ന് കൂടെ ഇരിക്കാൻ സമരത്തിനെന്ന് പറഞ്ഞ വഞ്ചന. ധൈര്യമുണ്ടെങ്കിൽ വന്ന് സമരം ചെയ്യാൻ പറയാൻ നിങ്ങളുടെ കൂടെ ചെയ്യാൻ ഒക്കില്ല. ഒരു മന്ത്രിക്ക് അത് ചെയ്യാൻ ഒക്കില്ല. അപ്പൊ അതും നിങ്ങളെ പറഞ്ഞ് വഞ്ചിച്ചിരിക്കുക. അപ്പൊ അതിനെക്കുറിച്ച് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. വെറും എന്താണ് നുണയിൽ പിണയും പിണറായി സർക്കാർ എന്ന് ഞാൻ ഇപ്പൊ പറയുന്നു. ചൊറിച്ചുമല്ലലാണ്. തിരിച്ചിട്ട് നോക്കാം. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടും. പരമാവധിയല്ല. എന്താണോ നിയമപ്രകാരം കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞു. ഇനിയും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. കുറവുണ്ടെങ്കിൽ നോക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ ആണ് കേന്ദ്രമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവിടെ ഓൺ റെക്കോർഡ് നുണയൊന്നും പറയാനൊക്കത്തില്ല. ഫാക്ട്സ് അല്ല, അതൊക്കെ നിങ്ങൾ അന്വേഷിക്കും. കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നിടത്ത് അവസാനിച്ചു. ഇനി അത് തെറ്റാണെന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അവിടെ രേഖപ്പെടുത്തി തെളിയിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ തരും. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല, അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അല്ല, നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നല്ലോ. സുരേഷ് ഗോപി ആശാ വർക്കർമാരുടെ സമരത്തിലേക്കൊക്കെ എത്തിയ സമയം മുതൽ വലിയ പുച്ഛമായിരുന്നു. അദ്ദേഹം ഡൽഹിക്ക് പോവുകയാണ്. ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഞാൻ ഡൽഹിക്ക് പോകുന്നത്, ഇത് മാത്രമാണ് എന്റെ ആവശ്യം, ഞാൻ ഡൽഹിക്ക് തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിനെ പുച്ഛിച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പോ എന്തു പറയുന്നു? അദ്ദേഹം ഡൽഹിക്ക് പോയിരിക്കുന്നു, അതിന്റെ റിസൾട്ട് വന്നിരിക്കുന്നു. ആ റിസൾട്ടുമായിട്ട് ആശാ വർക്കർമാരുടെ അടുത്തേക്ക് നേരിട്ട് പോയി സംസാരിച്ചതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ആശാ വർക്കർമാരുടെ അടുത്ത് പോയിട്ട് വിഷയങ്ങൾ മനസ്സിലാക്കുന്നു, ഡൽഹിക്ക് എത്തുന്നു. നരേന്ദ്രമോദിയെ തന്നെ, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തന്നെ ഈ വിഷയത്തിൽ കാണണമെന്ന് പറയുന്നു. ആ സന്ദർഭത്തില് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സുരേഷ് ഗോപിയെ നേരിട്ട് വിളിക്കുന്നു. ആരോഗ്യമന്ത്രി, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ പോയിട്ട് കാണാൻ പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം JP നദ്ദയെ പോയിട്ട് കാണുന്നു. നദ്ദ കൃത്യമായിട്ട് ഡീറ്റെയിൽ കൊടുക്കുന്നു. കേരളത്തിന് കൊടുക്കാനുള്ള സകല വിഹിതവും കൊടുത്തിരിക്കുന്നു എന്ന കൃത്യമായ കണക്കുകൾ സുരേഷ് ഗോപിക്ക് കൊടുത്തു. അതേപോലെ തന്നെ ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട് എന്താണോ കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ സാധിക്കുക അത് ചെയ്യുമെന്നും പറഞ്ഞു. അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സ്റ്റേറ്റുകളാണ്, സ്റ്റേറ്റുകൾക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു. അതിനുശേഷം സഭ കൂടി. സഭയിൽ നിന്ന് രാജ്യത്തോട് പരസ്യമായിട്ട് തന്നെ, നമ്മുടെ രാജ്യത്ത് ഒന്നടങ്കം തന്നെ ആശാ വർക്കർമാരുടെ സമരം കാരണം, സുരേഷ് ഗോപിയുടെ ഇടപെടൽ കാരണം നമ്മുടെ രാജ്യത്ത് ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് കൂടാൻ പോകുന്നു. കൂടുമെന്നുള്ള പ്രഖ്യാപനം കേന്ദ്ര ആരോഗ്യമന്ത്രി നടത്തിയിരിക്കുന്നു. ആശാ വർക്കർമാരുടെ സമരം പൂർണ്ണ വിജയം എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഇനി സംസ്ഥാന സർക്കാരാണ് സകല കാര്യങ്ങളും ചെയ്യേണ്ടത്. പക്ഷെ ഒരു സമരം എന്ന രീതിയിൽ ആശാ വർക്കർമാർക്ക് വലിയ വിജയം തന്നെയാണ്. അതിന് കാരണക്കാരനായിട്ടുള്ളത് സുരേഷ് ഗോപിയാണ്, കേന്ദ്ര സർക്കാരാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക. ഇനി മറ്റൊരു കൃത്യമായിട്ടുള്ളൊരു വെല്ലുവിളി കൂടി സുരേഷ് ഗോപി നടത്തിയിട്ടുണ്ട്. അദ്ദേഹം സമരത്തിലേക്ക് എത്തിയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നിരിക്കുന്നു, ഇൻസെന്റീവ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് സുരേഷ് ഗോപി എടുത്തു പറഞ്ഞിരിക്കുന്നു, അല്ല ഡൽഹിക്ക് ഒന്ന് സമരം ചെയ്യുമെന്നൊക്കെ പറയുന്ന മന്ത്രി ഉണ്ടല്ലോ, അവരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അവർക്ക് ഡൽഹിക്ക് വന്നിട്ട് സമരം ചെയ്യാൻ ധൈര്യമുണ്ടോ? അങ്ങനെ ഒരു മന്ത്രിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് നിങ്ങളെ അതും പറഞ്ഞു, നിങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു ഇവിടെയുള്ള മന്ത്രി എന്ന കൃത്യമായിട്ട് ആശാ വർക്കർമാരോട് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ തന്നെ കേരള ജനത കണ്ടോണ്ടിരിക്കുക. കേരളത്തിന് തന്നെ, കേരള ജനതക്ക് തന്നെ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. സുരേഷ് ഗോപി ഏതൊരു വിഷയത്തിലും ഇടപെടുന്നു, അതിന് റിസൾട്ടുകൾ ഉണ്ടാവുന്നു എന്ന്. ഈ സന്ദർഭത്തിൽ പോലും നമ്മുടെ കേരള സർക്കാർ ഉരുണ്ടും മറിഞ്ഞു നടക്കുക. ഇനിയും ഓണറേറിയം കൂട്ടേണ്ടത് സർക്കാരാ, ഇൻസെന്റീവാണ് കേന്ദ്ര സർക്കാർ കൂട്ടുമെന്ന് പറഞ്ഞതും കൂട്ടാൻ പോകുന്നതും. ഓണറേറിയം അത് കൂട്ടേണ്ടത് കേരള സർക്കാരാ. ഇനി ഇതും ഞങ്ങളല്ല കേന്ദ്രത്തിനാ എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ പുച്ഛിച്ച് തള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ CIQ നമ്മുടെ കേരള സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള, പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള CIQ 2014
നമ്മുടെ കേരളം ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് CIT വലിയ സമരം നടത്തിയിരുന്നു. ആശാ വർക്കർമാരുടെ ഓണറേറിയം 10,000 രൂപയാക്കണമെന്ന് പറഞ്ഞ്. ഇതിപ്പോ 11 വർഷം കഴിഞ്ഞപ്പോ 2025 നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്നും ആശാ വർക്കർമാർ എന്തു പറഞ്ഞ സമരത്തിന് ഇറങ്ങിയത്? LDF സർക്കാർ പ്രഖ്യാപിച്ച, അവരുടെ പ്രചരണത്തിൽ പറഞ്ഞിരുന്ന, അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ ദിവസവേതനം 700 രൂപ ഞങ്ങൾക്ക് അനുവദിക്കണമെന്ന് പറഞ്ഞ ആശാ വർക്കർമാര് സമരം ചെയ്യുന്നത്. അല്ല, CIT എന്തിനായിരുന്നു കേരള സർക്കാരിനെതിരെ 2014 സമരം ചെയ്തത്? അവർക്കിനി കേന്ദ്രം തരാനുള്ളതായിരുന്നെങ്കിൽ കേന്ദ്രത്തോടല്ലായിരുന്നോ CIT സമരം ചെയ്യേണ്ടിയിരുന്നത്? അല്ല, നമ്മുടെ രാജ്യത്ത് തന്നെ സിക്കിമില് 10,000, ആന്ധ്രാപ്രദേശിൽ 10,000 ആശാ വർക്കർമാർക്ക് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും ഇവിടുന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓ ഞങ്ങൾക്ക് കേന്ദ്രം തരാഞ്ഞിട്ടാണ്. കേന്ദ്രം കൃത്യമായിട്ട് സകല കാര്യങ്ങളും കൊടുത്തു എന്ന് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയേണ്ടത്. പല ഫണ്ടുകളും, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ചല്ല പറയുന്നത്, ഏതൊരു മേഖലയുമായി ബന്ധപ്പെട്ടും ഫണ്ട് നമ്മുടെ കേരള സർക്കാരിന് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ബ്രാൻഡിങ് ആവശ്യപ്പെട്ടാൽ അതിന് അംഗീകരിക്കൂല. അതേസമയം തമിഴ്നാട് സർക്കാരോ കർണാടക സർക്കാരോ മറ്റേത് സർക്കാരാണെങ്കിൽ അതൊക്കെ അംഗീകരിച്ച് പരമാവധി കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ട് വാങ്ങും. അവർ കൃത്യമായിട്ട് വിവരങ്ങൾ കൊടുക്കുകയും ചെയ്യും. നമ്മുടെ കേരള സർക്കാർ ആ ബ്രാൻഡിങ്ങിന് അനുവദിക്കൂല. എന്നിട്ട് ലാസ്റ്റ് അത് അനുവദിക്കുകയും ചെയ്തു. ആ സമയത്തേക്ക് ഫണ്ട് കൊടുക്കുന്ന സമയപരിധി കഴിഞ്ഞു. കണക്കുകൾ കൃത്യമായിട്ട് കൊടുക്കാത്ത വിഷയം, അതുകൊണ്ടൊക്കെ തന്നെ ഫണ്ട് കിട്ടാതെ പോകുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. എന്തുകൊണ്ടാ? നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യം ഭരിച്ചു മുന്നോട്ട് പോകുന്നവർ കൃത്യമായ കണക്ക് കാര്യങ്ങൾക്കനുസരിച്ചല്ലാതെ ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ച ഏതെങ്കിലും ഒരു സ്റ്റേറ്റിനോട് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം തന്നെ കുട്ടിച്ചോറാവും. അത് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന് അറിയാം. ഏതൊരു ഫണ്ട് കൊടുത്താലും അതിന് കൃത്യമായ കണക്ക് കൊടുക്കാതെ അടുത്ത തവണ ഫണ്ട് കൊടുക്കില്ല. അങ്ങനെ കൊടുത്താൽ നമ്മുടെ രാജ്യം തന്നെ തകർന്നു പോകും. അത് സകല സാധാരണക്കാരും മനസ്സിലാക്കുക. കേരള സർക്കാരിന് ഇപ്പൊ തോന്നിയതുപോലെ ഫണ്ട് ചെലവഴിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കൂല. കൃത്യമായിട്ടുള്ള കണക്കനുസരിച്ചല്ലാതെ ഒരു ഫണ്ടും കൊടുക്കൂല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയില്, DMK ഭരിക്കുന്ന തമിഴ്നാട്ടില്, അങ്ങനെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഫണ്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രം ഇവര് കിട്ടുന്നില്ലോ എന്ന്. അതിന് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത് എന്താ? കണക്ക് തരുന്നില്ലാന്നേ. ഇത് കൃത്യമായിട്ട് സകല സാധാരണക്കാർ മനസ്സിലാക്കുക. ഒരു ഫണ്ട് കിട്ടിയാൽ അതൊന്നും മാന്യം മര്യാദക്ക് ചിലവഴിക്കാൻ പോലും നമ്മുടെ കേരള സർക്കാർ സംവിധാനങ്ങൾക്ക് അറിയില്ല. ഇനി അറിഞ്ഞുകൊണ്ട് അവർ തട്ടിപ്പ് നടത്തുകയാണോ എന്നുള്ളതും സകലരും തിരിച്ചറിയാം. അപ്പോ സകലരും മനസ്സിലാക്കുക, ഭാരതീയ ജനതാ പാർട്ടിയാണല്ലോ നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനമൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇവര് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ഫണ്ട് കൃത്യമായിട്ട് കൊടുക്കുന്നത്. തമിഴ്നാട്ടിലും കർണാടകയിലും കോൺഗ്രസ് ഭരിക്കുന്നതും മറ്റു പാർട്ടികളും പ്രതിപക്ഷത്തെ പല പാർട്ടികളും ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഫണ്ട് കൊടുക്കുന്നുണ്ട്. കേരളത്തിന് മാത്രം കിട്ടുന്നില്ല എന്ന് പറയുന്നത് കാരണം എന്താ? കണക്ക് കൊടുക്കുന്നില്ല. കൃത്യമായ കണക്കുകൾ കൊടുക്കാതെ ഫണ്ട് കിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യ. ഇനി ഇവരിപ്പോ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതും കൃത്യമായിട്ട് കൊടുത്തു എന്നുള്ളത് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. അതിന് എന്തെങ്കിലും തെറ്റായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖയുമായിട്ട് കേന്ദ്രത്തിലേക്ക് വരുമെന്ന JP എന്താ പറയുന്നത്, അല്ലാതെ വരണ്ട എന്നൊന്നല്ല. ആ കണക്കും രേഖയൊന്നായിട്ട് പോകാൻ പറ്റില്ല. കാരണം തോന്നുന്നത് പോലെ ആയിരിക്കല്ലോ ഈ ഫണ്ടൊക്കെ ചെലവഴിച്ചിട്ടുണ്ടാവുക. ഈ സകല ആളുകളും തിരിച്ചറിയുക, ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട സമരം നമ്മുടെ കേരളത്തിലെ നമുക്കൊക്കെ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ആരോഗ്യ മേഖലയിലെ ആശാ വർക്കർമാരുടെ സമരം വലിയ രീതിയിലുള്ള ഒരു വിജയം. അത് സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെ കേന്ദ്ര സർക്കാർ ആ ഒരു കൃത്യമായിട്ട് അവർക്ക് നമ്മുടെ രാജ്യം മൊത്തമായിട്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഇനി നമ്മുടെ കേരള സർക്കാരാണ് ഓണറേറിയം കൂട്ടേണ്ടത്. കേരള സർക്കാർ എന്നും വലിയ തൊഴിലാളി പാർട്ടിയൊക്കെ എന്നിട്ടും ഒരു ഉളുപ്പവുമില്ലാതെ ഇവരെ സമരം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിനൊക്കെ കേരള ജനത നാളുകളിൽ മറുപടി തരുമെന്നുള്ളതിൽ ഒരു തർക്കവും കേരള സർക്കാരിന് വേണ്ട എന്നേ പറയാനുള്ളൂ.